ദേവസ്വം ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധത്തിൽ നിയമനാധികാരം ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൽ നിന്നും ദേവസ്വം മാനേജ്മെന്റുകൾക്ക് വിട്ടുനൽകുവാനുള്ള UDF സർക്കാരിന്റെ തീരുമാനം വഞ്ചനയെന്ന് ഉദ്യോഗാർത്ഥികൾ. സ്വന്തക്കാരെ തിരികെ കയറ്റാനാണ് സർക്കാരിന്റെ നീക്കമെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. റിപ്പോർട്ട് കാണാം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. 1 ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് വിവിധ തസ്തികകളിലേക്ക് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത്. ദേവസ്വങ്ങളിലെ നിയമനങ്ങൾക്ക് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് അധികാരമില്ലെന്നും നിയമനാധികാരം അതാത് ദേവസ്വം മാനേജ്മെന്റുകൾക്കാണ് എന്നും ഹൈക്കോടതി ഉത്തരവുണ്ടായിരുന്നു. കഴിഞ്ഞ LDF സർക്കാർ ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. എന്നാൽ UDF സർക്കാർ ഈ ഹർജി പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഹൈക്കോടതിയുടെ തീരുമാനവുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ നീക്കം. ഇത് ഉദ്യോഗാർത്ഥികളുടെ ഭാവി അവതാളത്തിലാക്കുന്ന നിലപാടാണെന്ന് ആരോപണം ഉയരുന്നു. ഇപ്പോൾ ഈ നിലവിൽ 1.5 ലക്ഷം ഉദ്യോഗാർത്ഥികളാണ് ഈ 38 തസ്തികയിൽ എക്സാം എഴുതിയിട്ടുള്ളത്. അതിന് പുറമെ മറ്റ് ഉദ്യോഗാർത്ഥികളും ഓൾറെഡി ഇപ്പോൾ ലിസ്റ്റിലൊക്കെ ആയിട്ട് ലിസ്റ്റ് റണ്ണിങ് ആയിട്ടുണ്ട്. അവരുടെ ഭാവിയും തുലാസിലാണ്, ഇരുട്ടിലാണെന്ന് തന്നെ പറയാം. ഞങ്ങൾക്ക് നല്ലൊരു ജീവിതമാർഗം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയിട്ടുള്ളത്. പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് യാതൊരു ഇഷ്ടമില്ല എന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളെയൊക്കെ പുറത്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പറ്റില്ല. KDRB വഴി തന്നെ എന്തായാലും നിയമനങ്ങൾ തുടരാമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിയമനാധികാരത്തിൽ നിന്ന് റിക്രൂട്ട്മെന്റ് ബോർഡിനെ മാറ്റുമ്പോൾ മാനേജ്മെന്റുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നിയമനം നടത്താൻ സാധിക്കുമെന്നും ഇത് മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടുള്ള വഴിവിട്ട നിയമനങ്ങൾക്ക് കാരണമാകുമെന്നും ഉദ്യോഗാർത്ഥികൾ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഉണ്ടാവും, തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക. അതായത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഇത്തരം ജോലികളിലേക്ക് പ്രവേശിക്കാനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത് എക്സാമുകൾ എഴുതിയിട്ടൊക്കെ തന്നെയാണ്. അല്ലാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈസ നൽകിയിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പിൻബലത്തിലോ കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം ഞങ്ങൾക്കില്ല. അപ്പോൾ ഇത്തരം എക്സാമുകളാണ് ഞങ്ങൾക്ക് ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്. അതില്ലാതാവുന്നതിനുള്ള ഒരു ആശങ്ക ഞങ്ങൾക്കുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രധാനമായിട്ടും. നിലവിൽ വിവിധ തസ്തികകളിൽ ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ നിലനിർത്താനും UDF അനുയായികളെ തിരുകിക്കയറ്റാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. PSC പോലെ സുതാര്യമായ ഒരു സംവിധാനമായ KDRBയെ തകർക്കരുതെന്നും തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെട്ടു. സാരംഗ് PS, കൈരളി ന്യൂസ്, തൃശൂർ.